ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് കാലത്തിന് ശേഷം കാത്തിരുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. വീട് നിർമ്മിക്കുന്നവർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറച്ചിരിക്കുകയാണ് സർക്കാർ, അതും 60% വരെ. ഒരുപാട് ആളുകൾ ആശങ്കയിൽ നിന്നിരുന്നു. വീട് പണി, ചെറിയ വീടെടുത്ത ആളുകൾ പോലും കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. വീട് നിർമ്മിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടാക്സ് അടക്കാൻ പോയപ്പോൾ വീട് നിർമ്മിച്ചതിനേക്കാൾ ചെലവ് കൂടി എന്നുള്ളൊരവസ്ഥ. ഇപ്പോൾ വന്ന ഈ ഒരു അപ്ഡേഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലൊരു ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. റെക്കോർഡ് ഡിസൈൻ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ, ലെൻസ്ഫെഡിൻ്റെ യൂണിറ്റ് സെക്രട്ടറി നിഷാദാണ് കൂടെ ഉള്ളത്. ഹായ് നിഷാദ്. ഹായ്. ഒരുപാട് ആൾക്കാരെ ആകെ ആശങ്കയിലാണ്. ഞാൻ പൈസ കൊടുത്തു പോയി, ഇനി തിരിച്ച് കിട്ടുമോ, എന്താ ആകെപ്പാട് പ്രശ്നമാണല്ലോ. മാറ്റം വന്നിട്ടുണ്ട്. അതെ, നികുതി എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും ടെൻഷനാണ്. നികുതി വെച്ചിട്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. അത് വീട് വെക്കുമ്പോഴുള്ള നികുതി പറഞ്ഞാൽ സാധാരണക്കാർ ഒരുപാടുണ്ട്. ചെറിയ വീട് വെക്കുന്നവർ, അവർ പെട്ടെന്ന് ഷോക്കായിപ്പോയി ഇങ്ങനെ നികുതി കൂട്ടിയപ്പോൾ. അവർക്ക് വീട് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ നികുതിക്ക് ചിലവാകുന്നുള്ള ടെൻഷൻ. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവര് നമ്മളെ നികുതി ടാക്സ് വൻ തോതിൽ കൂട്ടിയിരുന്നു. എത്ര ശതമാനത്തോളം കൂട്ടിയിരുന്നു? അത് എന്താ ഇവിടുത്തെ ഒരു 10 ഇരട്ടിയോളം കൂട്ടി നിലവിലുള്ളതിന്റെ. അതെ. പക്ഷെ മെയിനായിട്ട് അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കിയിട്ട് അവിടുത്തെ റേറ്റിൽ ഇവിടുത്തെ കുറവാണെന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നിലവിലുണ്ടായിരുന്ന ആ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 5 രൂപയായിരുന്നു. 5 രൂപ എം സ്ക്വയറിനാട്ടോ എല്ലാവരും പറയാനായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ 10 ഇരട്ടിയാണ്. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഏത് റേഞ്ചിലുണ്ട്? അവിടെ എം സ്ക്വയർ 500 ഉണ്ട്. അവിടുത്തെ നോക്കുകയാണെങ്കിൽ രാജ്യത്ത് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ പ്രകാരം ഇവിടെ കുറവാണ്. പക്ഷെ ഇവിടെ നിലവിലുണ്ടായിരുന്ന റേറ്റിന്ന് ഒറ്റയടിക്ക് 10 ഇരട്ടിയോളം കൂട്ടിയേക്കാണ്. അപ്പൊ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താന്നല്ലേ അത് ആളുകൾക്ക് മനസ്സിലായില്ല. അതെ. അങ്ങനെ ആ രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ കൂട്ടി കഴിഞ്ഞപ്പോഴേ ഒരുപാട് സംഘടനകൾ എതിർത്തു അല്ലേ. ഓപ്പോസിറ്റ് പാർട്ടികൾ എന്തായാലും എതിർക്കും. നമുക്കൊക്കെ രാഷ്ട്രീയമായിട്ട് ഓരോ ചെരിവുകളുണ്ടാവും. പക്ഷേ അതൊന്നും അല്ല ഇതിൽ നമ്മൾ ബാധിക്കുന്നത്. നമ്മളിതിൽ പറയുന്നത് വളരെ കൃത്യമായി എന്താണ് ഇവിടെ സംഭവിച്ചത്, അത് എത്ര കോടി എന്തെല്ലാം ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന അപ്ഡേഷൻ പ്രകാരം ഒരാൾക്ക് വീടിൻ്റെ നികുതി നമ്മൾ കൂട്ടിയത് 60% വരെ കുറച്ചു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു വ്യക്തത കൊടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ, അപ്പോൾ നമ്മൾ സാധാരണക്കാരെ പഞ്ചായത്ത് തലത്തിൽ 80 എം സ്ക്വയർ വരെ ഇപ്പോൾ നിലവിൽ നമ്മൾ ഒഴിവാക്കി സർക്കാർ. നമ്മൾ ലെൻസ്ഫെഡ് സംഘടന ഉണ്ട്, നമ്മൾ ഇതിനെതിരെ നമ്മളിതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലെൻസ്ഫെഡ് സംഘടന എല്ലാ പാർട്ടിക്കാരും എല്ലാവരും ഒരുമിച്ചില്ലാണ്. ഈ പാർട്ടിയുടെ സംഗതി അതിലില്ല. എഞ്ചിനീയേഴ്സിന്റെ സംഘടനയാണ്. അതിലുള്ള വിഷയം എന്താ വെച്ചാൽ നമ്മൾ എന്താ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാധിക്കുന്നില്ല. പക്ഷെ ഈ രീതിയിൽ കൂടുതൽ ജനങ്ങളെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അതിനെതിരെ നമ്മൾ ജനങ്ങൾക്ക് ബാധിക്കുന്ന വിഷയമാണ് നമ്മൾ സമരം പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നു. അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്താണ്, ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലോക്സഭ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആളുകൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലായതുകൊണ്ട് അതിൻ്റെ ഒരു തിരിച്ചടി ചെറുതായിട്ട് കിട്ടി. ഞാൻ അപ്പോൾ എന്താ വെച്ചാൽ പാർട്ടി ആ സംഗതി അപ്പോൾ പഠിച്ച് ഇപ്പോൾ പാർട്ടിക്ക് ഏകദേശം അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്താ പഞ്ചായത്ത് തലത്തിലുള്ള എന്താ അതിൻ്റെ 50% പഞ്ചായത്ത് തലത്തിൽ, അതായത് 3 രീതിയിലാണ്: പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ഇതിന് 3നാട്ടോ ഇത് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. പഞ്ചായത്തിൽ 50%, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി 50%, കോർപ്പറേഷൻ 60%. അതേപോലെ 80 എം സ്ക്വയർ മുതൽ 150 എം സ്ക്വയർ വരെയുള്ള വീടുകൾക്ക് എന്താ 50 ഉള്ളത് അത് 25 ആക്കി. 80 മുതലാണ്. അപ്പോൾ 80ന്റെ താഴെ ഉണ്ടാവല്ലോ. 80 താഴെ ഉള്ളത് ഒഴിവാക്കി. ആദ്യം ഉണ്ടായിരുന്നില്ല, മുമ്പ് ഒഴിവാക്കിയതാണ്. അപ്പൊ സാധാരണക്കാർക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ 80ന്റെ അടിയിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ ചെറിയ വീടുകൾ, ചെറിയ ബഡ്ജറ്റ് വീടുകൾ അതിനൊന്നും ഇല്ല അല്ലേ. ഇല്ല. പിന്നെ 150 മുതൽ 300 എം സ്ക്വയർ വരെ ഉള്ളതിന് 100 രൂപ എം സ്ക്വയറിന്. അത് പകുതിയാക്കി 50 ആക്കി. അത് 50 എം സ്ക്വയറിനാക്കി. അത് എന്നിരുന്നാലും എനിക്ക് പറയാനില്ല, ഈ 50ഉം 25ഉം അങ്ങനെ ഇവിടെ നമ്മൾ കേരളത്തിൽ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ ഉണ്ടായിരുന്ന റേറ്റിന്റെ ഇപ്പോൾ 5 ഇരട്ടിയാണ്. 5 ഇരട്ടി തന്നെയാണ്. അതായത് പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ കൂട്ടിയത് കുറച്ചു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ കൂട്ടിയത് കുറച്ചാലും അത് കുറയാൻ ഇനിയും ഉണ്ട്. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ സ്ക്വയർ മീറ്റർ ഒക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്. കറക്റ്റ് പറഞ്ഞു കൊടുക്കാം നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമ്മളെ വ്യൂവേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് നമ്മൾ എടുക്കുകയാണെങ്കിൽ
ഇവിടെ എഞ്ചിനീയർ അബ്ദുള്ള കൂടി ഉണ്ട്. അബ്ദുള്ള നമസ്കാരം. നമ്മളെ വ്യൂവേഴ്സേ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് അത് നിർമ്മിക്കുകയാണെങ്കിൽ എത്രയാണ് അവർ കൂട്ടിയിരുന്നത്, ഇനി എത്ര കുറച്ചു, അതൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. 1000 സ്ക്വയർ ഫീറ്റിന് ഇപ്പം ഇല്ലാന്ന് വെച്ചാൽ മുമ്പുണ്ടായതിന് പഴയതല്ല, പഴയതാണെങ്കിൽ ഇത് 460 ആ റേഞ്ചിൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ അതിനിടയ്ക്കൊന്ന് പുതുക്കിയല്ലോ. അതെ അതെ. അത് പുതുക്കിയത് ഏകദേശം 4600. അതായത് 460 ഉണ്ടായിരുന്ന സ്ഥലത്ത് 4600 മാറി. അതിപ്പോ എത്രയ്ക്ക് വന്നു? അതിപ്പോ 2300 2300 മാറി. അതാണ് അതിന്റെ ക്ലാരിറ്റി. അപ്പോൾ നിങ്ങളെ വീട് ഈ 1000 സ്ക്വയർ വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കാം. അതല്ലെങ്കിൽ മീറ്റർ സ്ക്വയറിലാണ് പറഞ്ഞത്, എം സ്ക്വയറിൽ തന്നെയാണ് ഇത് പൊതുവെ പറയാറുള്ളത്. രീതിയിൽ കുറച്ച് തന്നു സർക്കാർ. എന്തായാലും കുറച്ച് തന്നല്ല, കുറേ ആൾക്കാർ ഇത് കൊടുക്കാതെ ഇങ്ങനെ വെച്ചിരുന്നു. അവരെന്താവും ഇനി കൊടുക്കും എന്നുള്ള പ്രതീക്ഷയാണ് അല്ലേ. ടെൻഷനായിരുന്നു. കുറച്ച് പോളിടെക്നിക്കിലെ കുട്ടികളൊക്കെ വന്നിട്ട് അളവെടുക്കാനും ഒക്കെ ഇറങ്ങി. അപ്പോൾ ഇത് ചെയ്യാത്ത ആൾക്കാർക്ക് ടെൻഷനായിരുന്നു. പിന്നെ ഫൈന് വരൂല എങ്ങനെ ചെയ്ത്. ഇപ്പോൾ വീടുണ്ടാക്കി, ഇപ്പോൾ സാധാരണക്കാരൻ വീടുണ്ടാക്കി പഞ്ചായത്തൊന്നും അറിയാതെ അങ്ങനെ പോവാണ്. കറണ്ട് കിട്ടും, നമ്പർ കിട്ടാത്തൊരു കുറവേ ഉള്ളൂ അല്ലേ. നമ്പർ കിട്ടില്ല. വീടിന്റെ നമ്പർ കിട്ടിയില്ലെങ്കിൽ എന്താ പ്രശ്നം? നമ്പർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് റേഷൻ കാർഡ് കണക്ഷന്, വെള്ളത്തിന് കണക്ഷന്, സർക്കാരിന്റെ അതിനൊക്കെ ബാധിക്കും. പക്ഷെ കറണ്ട് കണക്ഷന് വേറെയും കുറച്ച് ലൂപ്പുകളുണ്ട്. പക്ഷെ അതിന് നമ്മൾ യൂണിറ്റിന് നമ്മൾ കറണ്ട് ബില്ല് കുറച്ച് കൂടുതൽ അടക്കേണ്ടി വരും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഇതിൽ നടക്കും. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇത് ടാക്സ് അടച്ച ആൾക്കാരുണ്ടാവും. ഇപ്പോൾ കൂടിയ അളവിലാണെങ്കിലും നിവൃത്തിയില്ലാതെ ടാക്സ് അടച്ച് കഴിഞ്ഞു, അവർക്ക് പണം തിരിച്ചു തരുന്നത് പറഞ്ഞില്ല മന്ത്രി. ആ അടച്ച ആളുകൾക്ക് ഇത് ഏപ്രിൽ സ്റ്റാർട്ടിങ് മുതൽ ഒന്ന് കൊടുത്ത ആളുകൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഓൺലൈൻ മുഖേന അപേക്ഷ കൊടുക്കുക. ആ കൊടുത്തത് അതിന് ഓൺലൈൻ മുഖേന അക്കൗണ്ട് വഴി കേസ്മാർട്ടിന്റെ ഇതും അതുപോലെ ILGMS അതുവഴി തിരിച്ചു കൊടുക്കും. കേസ്മാർട്ട് വഴിയാണ് അപ്പോൾ പ്ലാനൊക്കെ അപ്ലോഡ് ചെയ്ത് പോകണോ? അതന്നെയല്ലേ, അതേ വെബ്സൈറ്റിലൂടെയാണ് തിരിച്ചു കിട്ടുക. ഇത് അക്ഷയ പോയാൽ നടക്കുമോ? അതോ എവിടെയാണ് പോകേണ്ടത്? അക്ഷയ വഴിയാണ് നടക്കേണ്ടത്. പഞ്ചായത്ത് തലത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അതെ, പഞ്ചായത്തിൽ നിങ്ങൾ കയറി ഇറങ്ങേണ്ട, അക്ഷയ പോയിട്ട് തന്നെ അത് ക്ലിയർ ആവും. പക്ഷെ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കണുള്ളൂ. ഓഗസ്റ്റ് 1 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾ എഞ്ചിനീയറൊക്കെ ബാക്കിൽ ഓടി നടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള നികുതിയുടെ കാര്യങ്ങൾ. ഇനി ഇതൊന്നല്ലാതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഒരു വീടുണ്ടാക്കുമ്പോൾ വേറെ നികുതികളുണ്ട് അല്ലേ, മറ്റ് നികുതികളുണ്ട്. ഇപ്പോൾ ആൾറെഡി വീടുണ്ടാക്കി നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ വീട്ടിന് അഡീഷണൽ ഒരു ഏരിയ ഉണ്ടാക്കിയായിരിക്കാം, കുറച്ച് റൂമോ കാര്യങ്ങൾ. അപ്പോൾ അഡീഷണൽ നികുതി അടക്കണം. പക്ഷെ ആർക്കും അറിയില്ല എന്താണ് അതിന്റെ. അതെന്താ വെച്ചാൽ അഡീഷണൽ വരുന്ന ഏരിയക്ക് നമ്മൾ റെഗുലറൈസേഷൻ ഫീസ് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി. അതെ, ഫസ്റ്റ് ഫ്ലോർ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് കൊടുക്കണം. അതാണ് അന്ന് പോളിടെക്നിക്കിലെ പിള്ളേർ വന്ന് അളന്ന് പോയിട്ടുണ്ടല്ലോ അവര്. ഓക്കെ, അതൊരു ഫീ. ഇനി അതല്ലാതെ വൺ ടൈം ടാക്സ് എന്ന് പറഞ്ഞാൽ സെസ് വരാറില്ലേ. വൺ ടൈം ടാക്സ് പറഞ്ഞാൽ അത് ഇപ്പോൾ അത് കുറേ കാലം മുമ്പേ ഉള്ള തന്നെയാണ്. പക്ഷേ എന്തിനാ അത് ശരിക്കും നമ്മൾ തന്നെ ഒരു വർക്ക് എടുക്കുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും ടാക്സ് കൊടുത്തിട്ട് എടുക്കുന്ന സംഗതി. അതെ അതെ അതെ. ഈ ജോലിക്കാർക്കാണ് നമ്മൾ സംഗതി ജോലിക്ക് ക്യാഷ് അതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമെ വീടൊരു സെസ് എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. വീടുണ്ടാക്കുമ്പോൾ അവിടെ തറ പണിയുന്നുണ്ട്, മേസൻ കല്ല് പടവും ഒക്കെ പണിയുന്നുണ്ട്. ഇവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്ന പേരിലായിരുന്നല്ലോ അവർ പറഞ്ഞത്. അവരുടെ ക്ഷേമത്തിന് നമ്മൾ അവർക്ക് കൂലി കൊടുക്കില്ലേ അല്ലേ? ആ കൂലി അവർക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടാണ് വീട് ഉണ്ടാക്കണേ. അത് കഴിഞ്ഞ് സർക്കാർ അതെന്ത് ചെയ്യുന്നു, ഒരു സെസ് എന്നുള്ള. അത് എത്ര എമൗണ്ട് വരെ, എങ്ങനെയാണ് അതിന്റെ എമൗണ്ട്? അത് നമ്മൾ എത്ര ലക്ഷം രൂപന്റെ വർക്കാണ് എടുക്കുന്നത് അതിന്റെ 1%. ഓക്കെ, കറക്റ്റ് ഞാൻ നോക്കിയിട്ട് പറയണം. ഓക്കെ ഓക്കെ. കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ നിഷാന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള സംശയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വീടിന്റെ പ്ലാൻ മുതൽ എസ്റ്റിമേഷൻ എല്ലാം ഫുൾ വർക്ക് എടുക്കുന്നതാണ്. ഈ സറൗണ്ടിലാണെങ്കിൽ വീട് മൊത്തമായിട്ട് ചെയ്തു തരും. പ്ലാൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ തന്നെ ഡീൽ ചെയ്യാമല്ലോ അല്ലേ. പിന്നെ ഇത് കൂടാതെ ഇനി എന്ത് ടാക്സ് ഉണ്ട്? പിന്നെ നമ്മുടെ വില്ലേജിൽ നിന്ന് വരുന്ന ലാൻഡ് ടാക്സ് അല്ലേ, അത് വൺ ടൈം ആണ്. പിന്നെ എന്ത് ടാക്സ് ഉണ്ട് ചോദിച്ചാൽ ഒരു ടാക്സും കൂടെ ഉണ്ട്. അതായത് ആഡംബര നികുതി എന്നൊക്കെ പറയപ്പെടുന്ന നികുതി. അതായത് നമ്മൾ സാധാരണ എല്ലാവരും വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ 3000-നുള്ളിൽ ഒതുങ്ങണം എന്നുള്ള ഒരു കാര്യം പറയാറുണ്ട് എഞ്ചിനീയേഴ്സ്. അതായത് അതിന്റെ മേലെ പോകുമ്പോൾ ടാക്സ് മാറും അല്ലേ. അത് 3 കഴിഞ്ഞ് പിന്നെ 5 വീണ്ടും മാറുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വെച്ചാൽ 3000 സ്ക്വയർ ഫീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡംബര ടാക്സ് പറഞ്ഞാണ്ട് അത് അവിടെയുള്ള നമ്മളെ ഓവർസിയർമാർ അവിടെ പഞ്ചായത്ത് അതിനൊരു കമ്മിറ്റി ഉണ്ട്. അവർ വന്ന് നോക്കിയിട്ട് നമ്മളെ വീടിൻ്റെ എന്തുമാത്രം ക്വാളിറ്റി അതിൻ്റെ സംഗതിയൊക്കെ നോക്കിയിട്ട് അതിന് ടാക്സ് ഇടും. അതാണ്. ഇനിയിപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ടാക്സ് കുറക്കാൻ വേണ്ടിയിട്ട്, സ്ക്വയർ ഫീറ്റ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് കാർ പോർച്ച്
ഉണ്ടാക്കൂല, മാറ്റി ഉണ്ടാക്കും അല്ലേ? ബിൽഡിംഗ് ആയിട്ട് ടച്ച് ചെയ്യാതെ ഉണ്ടാക്കിയ പ്രശ്നമല്ല, അങ്ങനെയാണോ? ടച്ച് ചെയ്യാതെ ഓപ്പൺ, ഇതിന് ടാക്സ് ഇല്ല, ഓപ്പണിന് ടാക്സ് ഇല്ല. ഇനി വീടായിട്ട് കണക്ട് ചെയ്ത് കോൺക്രീറ്റ് ആണെങ്കിൽ, കോൺക്രീറ്റ് ആണെങ്കിൽ പാർക്കിങ്ങിന് ടാക്സ് ഇല്ല. അതിന്റെ മേലേക്ക് എടുക്കുകയാണെങ്കിൽ ആവശ്യമുള്ളൂ. അപ്പോൾ ടെൻഷൻ അടിച്ച് വീട് പണിയണ്ട. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടാക്സിൽ റെഗുലേഷൻ വന്നിരിക്കുന്നു. ചെയ്യാതെ വെച്ച ആൾക്കാരൊക്കെ ചെയ്തോളൂ. ഇനി കുറയൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. നോക്കാന്നുണ്ട്. അതെ, ഇലക്ഷൻ അടിച്ച് ഇനി കുറെ സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മള് പാർട്ടി അനുഭാവിയാണ് കേട്ടോ. അത് എങ്ങനെയാ പറയാന്ന് പറയാം. പാർട്ടിക്ക് ഒരിക്കലും നമ്മൾ എതിരല്ല. ചില തെറ്റ് കണ്ടാൽ നമ്മൾ ചൂണ്ടിക്കാണും. തെറ്റ് അത് തന്നെ സംഘടന പറഞ്ഞിട്ടുണ്ട്. പഠിച്ചിട്ട് ഇതിന് വേണ്ട നടപടി എടുക്കാന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ വന്ന്. അതെ. ഇതിൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, ഈ ഒരു സമയത്ത് പറയണം. കാരണം ഇതിനെതിരെ പ്രതിഷേധിച്ചവർ, ഇപ്പോൾ ലെൻസ്ഫെഡ് പ്രതിഷേധിച്ചു തോന്നുന്നു, അതുപോലെ ഒരുപാട് സംഘടനകൾ, ഇപ്പോൾ എതിർ പാർട്ടിക്കാരൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട്. അതുകൂടാതെ പല യൂട്യൂബർമാർ, നമ്മളെ നിസാർ ബാബുവിനെ പോലുള്ള യൂട്യൂബറൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ടാണെന്നാണ് ഞാൻ പറയുക. ഇലക്ഷൻ്റെ റിസൾട്ട് മറ്റൊരു വശം, അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ടും കൂടിയാണ്. അപ്പോൾ വളരെ നന്ദി നമ്മുടെ കൂടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. തിരക്കുള്ള ഒരു വ്യക്തിയാണ്, അത് വിളിച്ചു കൊണ്ടുവന്ന് തന്നെ പറയിപ്പിച്ചതാണ്. അപ്പോൾ താങ്ക് യു.